ഹലോ അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞാനിത് സുഖമായിരിക്കുന്നു, മാഷാ അല്ലാ. അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കണ്ടവർക്ക് അറിയുണ്ടാവും, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുന്നാളിൻ്റെ അന്ന് കൂടുതൽ പണികളൊന്നും കിച്ചണിൽ ഉണ്ടായിട്ടില്ല. തലേ ദിവസത്തെ നമ്മൾ മന്തിക്കുള്ള ചിക്കൻ്റെ മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലത്തെ മൊത്തം ചിക്കനൊന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യണില്ല. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ടാണ് ഞാൻ വലിയ പാനിലാണ് ഇപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം റൈസ് നമ്മൾ അതിൽ തന്നെയാണ് ദം ചെയ്ത് വെക്കുന്നത്, അത് കാരണമാണ്. അപ്പോൾ ഈ ഒരു പാനിലാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം പറയണം, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിക്കനിൽ മസാലയൊക്കെ സെറ്റാക്കിയത് കൊണ്ട് തന്നെ ചിക്കനിൽ നല്ല രീതിക്ക് മസാല പിടിച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാതും നല്ല രീതിക്ക് തന്നെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ തന്നെ. പിന്നെ പറയാനുള്ളത്, ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതാക്കി കട്ടാക്കിയിട്ട് നമ്മൾ ആ ഒരു മസാല സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ടൈമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. കാരണം അത് മസാലയിൽ ഇങ്ങോട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. കാരണം നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആവും. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ ഇതിൽ വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുന്ന ടൈമിൽ ഞാനത് വിട്ടുപോവുകയും ചെയ്തു. പക്ഷേ അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള ചിക്കൻ മാത്രമേ എടുക്കുന്നുള്ളൂ. കാര്യം ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുല്ലൂർ നിശാഗന തറവാട്ടിലൊക്കെ പോവും. അപ്പോൾ പിന്നെ എന്താ പറയുക, ബാക്കിയാവില്ലേ, അത് കാരണം ആവശ്യത്തിനുള്ളത് മാത്രം ഞാനിപ്പോൾ കുക്കാക്കി എടുക്കുന്നുള്ളൂ. ബാക്കി അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നറിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഇതിൽ മന്തി മാത്രമല്ല, ചിക്കന് വേണമെന്നുണ്ടെങ്കിൽ ഈ അൽഫാം ചിക്കനൊക്കെ ഉണ്ടാക്കുമല്ലോ, ചുട്ടെടുക്കാനൊക്കെ ഈ ഒരു ചിക്കൻ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ കരുതി ബാലൻസുള്ള ചിക്കൻ എന്ത് ചെയ്യുക, ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിക്കൊക്കെ എന്തെങ്കിലും നമുക്ക് കുബൂസ് റൊട്ടി അതിൻ്റെ കൂടെയൊക്കെ യൂസ് ആക്കല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ മസാല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു ഓയിലി ടെക്സ്ചറാണ്. കാരണം അത്യാവശ്യം സൺഫ്ലവർ ഓയിൽ അതിൽ നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ മാത്രമേ ഇപ്പോൾ ഈ ഒരു പാനിൽ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിനി സൺഫ്ലവർ ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബട്ടറിലും ചെയ്തെടുക്കട്ടെ. കാര്യം ഫുള്ളായിട്ട് ബട്ടറല്ല പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കുക്കാക്കി എടുക്കുന്ന ടൈമിൽ ബട്ടർ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല രീതിക്കൊന്ന് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി വരേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ചിക്കൻ ഞാൻ എന്ത് ചെയ്യാണ്, ഫ്രിഡ്ജിലോട്ട് തന്നെ വീണ്ടും മാറ്റാണ് കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഈ ഒരു പാലട മിക്സ് ഒന്ന് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വേഗം കിച്ചണിലോട്ട് വന്നതാണ്. തലേനാൾ കുറച്ച് രാത്രി ലേറ്റായിട്ട്, അതായത് ഒരു 4 സംതിങ് ആയിക്കണേ ഞാൻ കിച്ചണിൽ നിന്ന് പോകുമ്പോൾ. പിന്നെ എന്താ പറയുക, ഒന്ന് ഫ്രഷ് ആയി കിടന്നപ്പോൾ അത്യാവശ്യം ടൈമായിട്ടുണ്ട്. അപ്പോൾ അധികമൊന്നും കിടക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ മക്കളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ എന്താ പറയുക, വേഗം കിച്ചണിലോട്ട് വന്നതാണ്. പക്ഷെ എന്നാൽ പോലും മാഷാ അല്ലാ, എന്താ പറയുക, നമ്മൾ തലേനാൾ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി രാവിലെ പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് നല്ല എന്താ പറയുക, കട്ട പിടിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ എണീറ്റ പാടന്നെ കുറച്ച് ടൈം എന്താ പറയുക പുറത്ത് വെച്ചാൽ മതിയായിരുന്നു, പക്ഷെ അത് വിട്ടുപോയി. അപ്പോൾ ഇനി ഞാൻ ഈ പറ്റ ലോയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അതങ്ങനെ ഒന്ന് മെൽറ്റായി വന്നോളും, കുഴപ്പമില്ല. അപ്പോൾ ഒരു പാക്കറ്റ് പാലും പിന്നെ വേറൊരു കുറച്ച്, അതായത് ഒരു നമ്മൾ ഇന്നലെ ഉപയോഗിച്ച പുഡിങ്ങിന് യൂസ് ചെയ്തതിൽ കുറച്ച് പാലുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ആ പാലട മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പിന്നെ എല്ലാവരും ചെയ്യുന്ന എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷേ ഇനി അറിയാത്ത ഏതെങ്കിലും ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വെറുതെ വീഡിയോയിലൊന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നെ അതിൽ അവർ ഇതിൽ എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അവർ അതിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ഇതിൽ നോക്കുമ്പോൾ അതിൽ പറയണത് നമ്മളിതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷേ ഞാനിതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ അതേപോലെ തന്നെ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഈ കാരണം നമ്മളിപ്പോൾ ഈ പാലട മിക്സൊക്കെ പായസം ഉണ്ടാക്കുമ്പോൾ മുന്നിലായിട്ട് മധുരം നിൽക്കണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കാര്യം പാലൊന്ന് അത് കട്ട ഒന്ന് മെൽറ്റാവാൻ വേണം. പിന്നെ ചെറുതായിട്ട് അങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചൊരു ലോയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് കുക്കായി വരട്ടെ.
അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ മന്തി, പിന്നെ അതേപോലെ തന്നെ പാലട പായസം, പിന്നെ നമ്മൾ തലേ ദിവസം രാത്രി പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാഷാഅല്ലാ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ആ ഒരു പുഡിങ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന അടിപൊളി സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. ഇൻഷാല്ലാ ഞാൻ അതിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെരുന്നാളൊക്കെ ആയ കാരണം എന്താ പറയുക, നമ്മൾ കുറച്ച് തിരക്കിലാവുമല്ലോ, അത് കാരണമാണ്. ഇൻഷാല്ലാ എന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മന്തി ഇപ്പോൾ ഏകദേശം, അതായത് ചിക്കൻ 2 സൈഡും സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നും ഒരു പാത്രത്തിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ എന്ത് ചെയ്യണം, ഒന്ന് മാറ്റി വെക്കുകയാണ്. കാര്യം നമ്മൾ ഇനിയിപ്പോൾ ദം ചെയ്യുന്ന ടൈമിൽ വേറെ സൺഫ്ലവർ ഓയിൽ ഒന്നുമില്ലെങ്കിൽ നെയ്യൊന്നും യൂസ് ആക്കില്ല. അതിന് വേണ്ടി ഇത്രയും ഞാൻ മാറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ എന്താണ്, നമ്മുടെ മന്തി റൈസ് നല്ലൊരു ഓയിലി ടെക്സ്ചർ ആവുമല്ലോ, കഴിക്കാനും നല്ലൊരു ഇതാവും. പിന്നെന്താ പറയുക, സാധാരണ നമ്മൾ എന്തായാലും 100% ഒന്നും റൈസ് കുക്കാക്കി എടുക്കില്ലല്ലോ. അപ്പോൾ അത് ഇങ്ങനെ ഡ്രൈ ആവും തോറും എന്താ പറയുക, നമ്മൾ ചൂടാറി ഇങ്ങനെ വെക്കും തോറും ഡ്രൈ ആവുമല്ലോ, കഴിക്കാനൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ മസാലയിലുള്ള സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാവും, അത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാവും. നമുക്കിങ്ങനെ ഡ്രൈ ആയത് ഫീൽ ചെയ്യൂല. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു സെയിം ഫീൽ തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനത് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് റൈസിന് വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അധികം ഒരു പൊട്ടത്തരം പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ബിരിയാണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെയ്ച്ചോറ്, അല്ലെങ്കിൽ മന്തി എന്തുണ്ടാക്കുകയാണെങ്കിലും എനിക്കിങ്ങനെ ഉപ്പ് ഇങ്ങനെ കുറച്ച് മതി, ഉപ്പിൻ്റെ ടേസ്റ്റ് ഇട്ടാവും. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഉപ്പ് ഇങ്ങനെ നോക്കാൻ അറിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞാനെപ്പോൾ എന്തുണ്ടാക്കുകയാണെങ്കിലും കുറച്ച് ഉപ്പ് കുറയും. അപ്പോൾ ഈ കാരണം ഞാൻ ഇന്ന് വിചാരിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉപ്പ് യൂസ് ചെയ്യണം. നല്ലതിൽ മസാലയിൽ അത്യാവശ്യം നല്ല, നമ്മൾ മാഗി ക്യൂബ് അത്യാവശ്യം ഇട്ട കാരണം തന്നെ അത്യാവശ്യം നല്ലൊരു ഉപ്പിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ടെൻഷനായിട്ടാണ്, കാര്യം റൈസിലെങ്ങാനും ഇനി ഉപ്പ് കൂടുമോ എന്നുള്ളത്. പക്ഷെ എന്നാലും മാഷാഅല്ലാ ഒക്കെ നല്ല പാകത്തിന് തന്നെ ആയിരുന്നു. ഇന്ന് എന്തായാലും ഉപ്പ് കുറഞ്ഞെന്ന് ആരും പറഞ്ഞില്ല, അത്യാവശ്യം ഉപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് വെള്ളം വെക്കുന്ന ടൈമിൽ തന്നെ കുറച്ച് മുന്നിൽ നിൽക്കുന്നത് പോലെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് മാഗി ക്യൂബ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ വിചാരിച്ച് ഇത്ര പോലെ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഈ വെള്ളത്തിൽ ചേർത്തിട്ടില്ല. കുരുമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാവും കുറച്ചുകൂടെ നല്ല. പിന്നെ നമ്മൾ അത്യാവശ്യം തന്നെ ചിക്കൻ്റെ മസാലയിൽ കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചിക്കന് നല്ലൊരു അടിപൊളി ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ആരെങ്കിലും തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ശരിക്കും എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് അൽഫാം മന്തിയൊക്കെ കഴിക്കൂലേ, അതിൻ്റെ ഒരു ഫീൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഇതിന് മുമ്പ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടായിരുന്നു ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇതിപ്പോൾ റൈസ് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് കഴുകിയിട്ട് വെള്ളം വാർന്ന് പോകാനായിട്ട് വെച്ചതായിരുന്നു. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റൈസ് കുക്കായി കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ വെള്ളത്തിൽ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടാണ്ട് റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാള, എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില ഇത്രയും ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുകയാണ്, ഉപ്പ് കൂടെ ചേർത്തിട്ട് കേട്ടോ. പിന്നെ പച്ചമുളക് വേണേ. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മന്തിയുടെ കൂടെ കഴിക്കുന്ന ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ. അങ്ങനെ ഇപ്പോൾ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സെയിം ചിക്കൻ്റെ മുകളിലോട്ട് ആ ഒരു മിക്സിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൊന്നും പൊട്ടിപ്പോവേണ്ട നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷമായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഓയിൽ, അത് ഇതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ആ ഓയിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാവും അതിൻ്റെ കട്ടിയിൽ ഇങ്ങനെ മസാല, അപ്പോൾ അതുകൂടെ ഇടയിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അല്ലാണ്ട് നമ്മൾ എടുക്കുമ്പോൾ ആ ഓയിൽ മാത്രമായിട്ട് അതിൽ നിന്ന് എടുക്കരുത്, കോരി എടുക്കരുത്, ഈ മിക്സോട് കൂടി തന്നെ എടുക്കണം. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ സാധാരണ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യലില്ല.
പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വീഡിയോ ചെയ്യണമല്ലോ, അത് കാരണം ഇടയിലായിട്ട് കുറച്ച് റെഡ് കളറും പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയത് കൂടെ ഇടയിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് ചെയ്യട്ടെ, കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണ്. അല്ലാണ്ട് ഞാൻ സാധാരണ ഇങ്ങനെ വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ഫുഡ് ഉണ്ടാക്കണമെന്നൊന്നും ഇങ്ങനെ ചെയ്തെടുക്കാറില്ല. ഇതിപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അതേപോലെ തന്നെ അടുത്ത ലെയറായിട്ട് ബാക്കിയുള്ള റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, പിന്നെ അതേപോലെ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാവും കേട്ടോ. വറ്റൊക്കെ എന്താ പറയുക, ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ ആ ഒരു ഫീൽ തന്നെ ആവും. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള നേരത്തെ ഓയിലും പിന്നെ കളറും ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റൈസ് ഇതേപോലെ ഒന്ന് നല്ല രീതിക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പറയാനുള്ളത്, പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് കൂടെ അറിയിക്കണം. അങ്ങനെയാണെങ്കിലുള്ളൂ നമ്മുടെ യൂട്യൂബിന് ഇനിയും അത്യാവശ്യം ഗ്രോ ഒക്കെ കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിതേപോലെ ഫുഡ് കളർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ആക്കുന്നതിന് പകരം പാലിൽ മിക്സ് ആക്കിയാലും നല്ലത് തന്നെയാണ്. ഞാനിപ്പോൾ വെള്ളത്തിലാണ് മിക്സ് ആക്കി എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മസാല, അത് കംപ്ലീറ്റ് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതേപോലെ ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കില്ലാത്തവർ കേട്ടോ, ഇതുവരെ ചെയ്യാത്തവർ. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. 5 മുളക് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പലരും പല രീതിയിലാണ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള മന്തി റെസിപ്പിയാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ദം ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, പറയാൻ പറ്റില്ല. കാരണം അത്രക്കും നല്ലൊരു സ്മെല്ലും പിന്നെ ടേസ്റ്റും പറയാൻ വയ്യ. അല്ല അത്രക്ക് ടേസ്റ്റാണ്. അതിപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ പറയുമ്പോഴേക്കും വേണമെങ്കിൽ തള്ളി വിടുകയാണെന്ന്, പക്ഷേ അങ്ങനെയൊന്നുമല്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ കുറച്ച് മയോണൈസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്, മാഷാഅല്ലാഹ്. അങ്ങനെ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കണതിൻ്റെ കുറച്ച് മുന്നെയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യണത്. അപ്പോൾ നല്ലൊരു സ്മെല്ലും എന്താ പറയുക, ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കില്ല ആ ഒരു ഫീൽ തന്നെയായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ ഉണ്ടാക്കിയിട്ട് സ്വയം, അങ്ങനെയല്ല കേട്ടോ കാര്യം പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയും നല്ല പെർഫെക്റ്റ് മന്തി റെസിപ്പിയാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നത് കൊണ്ട് ചിക്കനൊന്നും ഉടഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടി ചിക്കൻ മാത്രം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് റൈസ് മൊത്തമായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുകളിലോട്ടായിട്ട് ചിക്കൻ്റെ ഓരോ പീസുകൾ വെച്ച് കൊടുത്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒന്നിച്ച് മിക്സ് ആക്കുന്നതിനെക്കാട്ടും നല്ലത് ചിക്കൻ ഇതേപോലെ മാറ്റുന്നതാണ്. കാരണം ചിലപ്പോൾ അത് ഉടഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് കാരണം അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ ഈ ഒരു മിക്സിങ് കൂടെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു റൈസിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. കാരണം മസാല എല്ലായിടത്തും ഒരേപോലെ എത്തണമല്ലോ, അപ്പോഴാണ് റൈസ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, കുഞ്ഞ ടിപ്പുകളാണ്. അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഒരു റൈസിൻ്റെ ഒരു ടെക്സ്ചർ കേട്ടോ. പിന്നെ നമ്മുടെ ചമ്മന്തി, ഒരു ചട്നി, പിന്നെ അതേപോലെ തന്നെ മയോണൈസ്. ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്, ഒരൊറ്റ കോഴിമുട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മയോണൈസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അറിയുണ്ടാവും. ബിഗിനേഴ്സിനോടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പായസം, പിന്നെ പുഡിങ് അതേപോലെ എന്താ പറയുക നല്ല ടേസ്റ്റായിരുന്നു. പുഡിങ്ങിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത്. കാര്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈദിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാഷാ അല്ലാഹ് നല്ല സന്തോഷമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി.
അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നിഷാഖൻ്റെ തറവാട്ടിലും പിന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ ഡ്രസ്സ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ഈദ് മുബാറക്. Thank you for watching.